ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നും കേട്ടറ്റ് പരീക്ഷയ്ക്ക് സഹായമാകുന്ന ടോപ്പിക്ക് പഠിക്കാം. ഇന്ന് നമുക്ക് കരിക്കുലം അല്ലെങ്കിൽ പാഠ്യപദ്ധതി പഠിക്കാം. പാഠ്യപദ്ധതി നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് പ്രിൻസിപ്പിൾസ്. പാഠ്യപദ്ധതി നിർമ്മാണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. ഒന്നാമതായി, ശിശു കേന്ദ്രീകൃതമായിരിക്കണം. പാഠ്യപദ്ധതി പഠിതാവിന്റെ വയസ്സിനും കഴിവുകൾക്കും താല്പര്യത്തിനും അനുസരിച്ചുള്ളതാവണം. രണ്ടാമതായി, പാലന തത്വം. വർത്തമാനകാല ജീവിതത്തെ സഹായിക്കുന്നതെന്ന് ഭൂതകാലത്തിൽ നിന്നും തിരഞ്ഞെടുക്കുക. 3. പുരോഗമന വീക്ഷണ തത്വം. പുരോഗമന ചിന്താഗതിക്ക് ഊന്നൽ നൽകുന്ന വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. 4. ഉദ്ദേശാധിഷ്ഠിത തത്വം. മുൻപ് നിർണയിക്കപ്പെട്ട ഉദ്ദേശങ്ങൾ നേടാൻ പര്യാപ്തമാകണം. 5. സർഗാത്മക തത്വം. പഠിതാവിന്റെ സർഗാത്മകമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കണം. 6. പ്രവർത്തനാധിഷ്ഠിതം. പ്രവർത്തനത്തിനും അനുഭവത്തിനും ഊന്നൽ നൽകണം. 7. ജീവിതായോധന തത്വം. ജീവിതത്തിലെ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടാനുള്ള പരിശീലനം നൽകണം. 8. പക്വത തത്വം. പഠിതാവിന്റെ ഭൗതികവും മാനസികവുമായ പക്വതയുടെ നിലവാരത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തണം. 9. വ്യക്തി വൈജാത്യ തത്വം. പഠിതാക്കളുടെ വ്യക്തി വ്യത്യാസങ്ങളെ പരിഗണിക്കണം. 10. സന്തുലന തത്വം. സമൂഹത്തിലെ എല്ലാ തുറയിലുമുള്ള തലങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ പാഠ്യപദ്ധതി സന്തുലനം പാലിക്കണം. 11. വക്രീകരണ തത്വം. സമയം, സ്ഥലം, പരിസ്ഥിതി തുടങ്ങിയവ പരിഗണിക്കണം. 12. വിശ്രമവേള തത്വം. പഠിതാക്കളുടെ ഒഴിവു സമയം അഭിലഷണീയമായ രീതിയിൽ ഉപയോഗിക്കണം. 13. സമൂഹ കേന്ദ്രീകൃതം. സാമൂഹ്യ ജീവിതം തന്നെയാണ് യഥാർത്ഥ പഠനത്തിന്റെ പരീക്ഷണശാല. 14. ലോക ദേശീയ ഐക്യം. ദേശീയതയും ലോക മാനവികതയും പോഷിപ്പിക്കുന്നതാകണം. 15. നൈരന്തരം. പഠിതാവിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ആഴത്തിലും പരപ്പിലും നിരന്തരം വളരണം. 16. പഠിതാവിന്റെ ആവശ്യങ്ങൾ. പഠിതാവിന്റെ പക്വതയും അനുഭവങ്ങളുടെ പ്രാപ്തിയും കണക്കിലെടുത്ത് ആവശ്യ പൂർത്തീകരണത്തിന് ഉതകണം. 17. ഏക കേന്ദ്ര ആസൂത്രണ തത്വം. പാഠ്യവസ്തു ഏക കേന്ദ്രമായി വികസിക്കുന്ന തരത്തിലായിരിക്കണം ആസൂത്രണം. 18. അനുക്രമ തത്വം. പാഠ്യപദ്ധതിയിലെ ആശയങ്ങൾ അനുക്രമമായിരിക്കണം. കാര്യകാരണ ബന്ധമോ കാലാനുക്രമമോ മറ്റേതെങ്കിലും മാനദണ്ഡമോ ഇതിന് അടിസ്ഥാനമാക്കണം. 19. കാലഗണന. സംഭവങ്ങളുടെ കാലഗണന വ്യക്തവും യുക്തിഭദ്രമായ ഒരു ചട്ടക്കൂട് ഭാഷാ പാഠ്യപദ്ധതിക്കുണ്ടാകണം. 20. ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലേക്ക്. പാഠ്യവസ്തുക്കളുടെ ക്രമീകരണം ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിൽ അവസാനിക്കണം. 21. പ്രകരണങ്ങൾ. പാഠ്യവസ്തുവിനെ വിവിധ പ്രകരണങ്ങളായി അവതരിപ്പിക്കണം. 12. ഉപപ്രകരണങ്ങൾ. പ്രകടനങ്ങളായി തിരിച്ച പാഠ്യപദ്ധതി വീണ്ടും ചെറു യൂണിറ്റുകളാക്കാനും പഠിതാവിന്റെ ആവശ്യത്തിനും പ്രാദേശിക സൗകര്യങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റം വരുത്താൻ അധ്യാപകന് സൗകര്യമുണ്ടാകണം. അപ്പം ഈ കരിക്കുലം അനുസരിച്ചാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ലളിതമായ രീതിയിൽ പ്രകൃതിയോടിണങ്ങി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഘട്ടഘട്ടമായി തിരിച്ച് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിൽ ക്രമീകൃതമായ രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം കേട്ടറ്റ് പരീക്ഷയ്ക്കാവട്ടെ, പിന്നെ LP UP പരീക്ഷകൾക്കാവട്ടെ ഇത് വളരെയധികം സഹായമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പഠിക്കുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.